നമസ്കാരം. KS മെൻ്റർ മെയിൻസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. ദാറ്റ് ഈസ് വേദിക് സിവിലൈസേഷൻ. വേദിക് സിവിലൈസേഷനിൽ നിന്നുള്ള 2 മാർക്കിൻ്റെയും 5 മാർക്കിൻ്റെയും 10 മാർക്കിൻ്റെയും ഓരോ വീതം ചോദ്യങ്ങളായിരിക്കും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ചോദ്യങ്ങൾ നോക്കാം. ദാറ്റ് ഈസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് അനിലോമ ആൻഡ് പ്രതിലോമ സിസ്റ്റം ഓഫ് മാരേജസ് പ്രിവെയിൽഡ് ഇൻ ദി വേദിക് പീരീഡ്. ഇതൊരു 2 മാർക്കിൻ്റെ ചോദ്യമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സാമിൻ ദി എക്കണോമിക് ആക്ടിവിറ്റീസ് ഓഫ് ദി ഏർലി വേദിക് പീപ്പിൾ. ഇതൊരു 5 മാർക്കിൻ്റെ ചോദ്യമാണ്. തേർഡ് ക്വസ്റ്റ്യൻ, കമ്പയർ ദ റിലീജിയസ് സീൻസ് ഓഫ് ഏർലി വേദിക് സൊസൈറ്റി വിത്ത് ദാറ്റ് ഓഫ് ലേറ്റർ വേദിക് പീരീഡ്. ഇതൊരു 10 മാർക്കിൻ്റെ ചോദ്യമാണ്. നമുക്കിനി ആൻസർ ഡിസ്കഷനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് അനിലോമ ആൻഡ് പ്രതിലോമ സിസ്റ്റം ഓഫ് മാരേജസ് പ്രിവെയിൽഡ് ഇൻ ദി വേദിക് പീരീഡ്. ഇതൊരു 2 മാർക്കിൻ്റെ ചോദ്യമായതുകൊണ്ട് തന്നെ വേർഡ് ലിമിറ്റ് ഇസ് 20 വേർഡ്സ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്ക് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് ഒരു ഇൻട്രൊഡക്ടറി സെൻറ്റൻസ് പ്രൊവൈഡ് ചെയ്യാം. ദാറ്റ് ഈസ്, ഇൻ വേദിക് പീരീഡ് ഇന്റർവർണ മാരേജസ് വെർ ഡിസ്ലൈക്ഡ് whereas similar gotra or family marriages were forbidden. There were 2 types of legalized structures of marriages, that is, one is aniloma marriage and another one is pradiloma marriage. Aniloma marriage എന്ന് പറയുമ്പോൾ ബ്രൈഡ് ഗ്രൂം ഒരു ഹയർ വർണ്ണയിൽ നിന്നും ബ്രൈഡ് ഒരു ലോവർ വർണ്ണയിൽ നിന്നും ആണെങ്കിൽ അവയെ അനിലോമ മാരേജ് എന്ന് പറയപ്പെടും. ആൻഡ് ബ്രൈഡ് ഗ്രൂം ഒരു ലോവർ വർണ്ണയിൽ നിന്നും ബ്രൈഡ് ഒരു ഹയർ വർണ്ണയിൽ നിന്നുമാണെങ്കിൽ ആ ഒരു മാരേജിനെ പ്രതിലോമ മാരേജ് എന്നും അറിയപ്പെടും. So, Aniloma marriage was used to perform between bridegroom from higher varna and bride from lower varna. Pradiloma marriage was used to perform between bridegroom from lower varna and bride from higher varna. So, ഈ ഒരു പോയിന്റുകളെല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് 20 വേർഡ്സിനുള്ളിൽ ആൻസർ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എക്സാമിൻ ദി എക്കണോമിക് ആക്ടിവിറ്റീസ് ഓഫ് ദി ഏർലി വേദിക് പീപ്പിൾ. ഇതൊരു 5 മാർക്കിൻ്റെ ചോദ്യമാണ്. വേർഡ് ലിമിറ്റ് ഇസ് 60 വേർഡ്സ്. സോ എക്കണോമിക് ആക്ടിവിറ്റീസ് ഓഫ് ഏർലി വേദിക് പീപ്പിൾ എന്ന് പറയുമ്പോൾ ഏർലി വേദിക് പീപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഋഗ്വേദിക് പീപ്പിളാണ്. ഓക്കെ, ഋഗ്വേദ എഴുതപ്പെട്ട കാലഘട്ടമാണ് ഏർലി വേദിക് പീരീഡ് എന്നറിയപ്പെടുന്നത്. ഏർലി വേദിക് പീരീഡിലുള്ള എക്കണോമിക് ആക്ടിവിറ്റീസിനെ കുറിച്ച് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഡയറക്റ്റീവ് എക്സാമിൻ എന്നാണ്. എക്സാമിൻ എന്ന് ചോദിക്കുമ്പോൾ കുറച്ചുകൂടി അനലിറ്റിക്കലായിട്ട് ഇൻസ്പെക്ട് ചെയ്തുകൊണ്ട് ഓരോ എലമെൻസും ഇൻസ്പെക്ട് ചെയ്തുകൊണ്ട് എഴുതാനായിട്ട് ശ്രമിക്കുക. സോ ഇവിടെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ട പോയിന്റുകൾ: 1, ദ ഏർലി വേദിക് ആര്യൻസ് വെർ പാസ്റ്ററലൈറ്റ്സ്. കാറ്റിൽ റെയറിംഗ് ആയിരുന്നു അവരുടെ മെയിൻ ഓക്കുപ്പേഷൻ. അഗ്രികൾച്ചർ ഇല്ല എന്നല്ല, അഗ്രികൾച്ചറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കാറ്റിൽ റെയറിംഗ് അല്ലെങ്കിൽ പാസ്റ്ററൽ ആക്ടിവിറ്റീസ് ആയിരുന്നു മെയിൻ ഓക്കുപ്പേഷനായിട്ട് അവർ ചൂസ് ചെയ്തിരുന്നത്. അഗ്രികൾച്ചർ നോക്കുകയാണെങ്കിൽ യവ പോലുള്ള അഗ്രികൾച്ചർ പ്രോഡക്ട്സുകൾ അവർ പ്രൊഡ്യൂസ് ചെയ്തിരുന്നു. യവ എന്ന് പറയുന്നത് ഇന്നത്തെ ബാർലിയുമായിട്ട് കമ്പയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ മറ്റു സിറിയൽസിനും ഇവർ ജനറിക് വേർഡ്സുകളെല്ലാം തന്നെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാറ്റിൽ റെയറിംഗ് ആൻഡ് സ്മോൾ സ്കെയിൽ കൾട്ടിവേഷന് പുറമെ ആയിട്ട് മറ്റു ആക്ടിവിറ്റീസിലേക്കും അല്ലെങ്കിൽ മറ്റ് എക്കണോമിക് ആക്ടിവിറ്റീസിലേക്കും ഇവർ എൻഗേജ് ചെയ്തിരുന്നു. ലൈക്ക് ഹണ്ടിങ്, കാർപ്പൻട്രി, ടാനിങ്, വീവിങ്, ചാരിറ്റ് മേക്കിംഗ്, മെറ്റൽ സ്മെൽട്ടറി എക്സെട്ര. ഇവരുടെ എല്ലാത്തിൻ്റെയും ഒരു എക്സ്ചേഞ്ച് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബാർട്ടർ സിസ്റ്റം ആയിരുന്നു. ഈ ബാർട്ടർ സിസ്റ്റത്തിനായിട്ട് യൂസ് ചെയ്തിരുന്ന മോസ്റ്റ് ഫേവേർഡ് മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയിരുന്നു കാറ്റിൽ അല്ലെങ്കിൽ കൗസ്. കാരണം അത്രമാത്രം കാറ്റിലിന് ആ ഒരു കാലഘട്ടത്തിൽ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പോയിന്റുകളെല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. 60 വേർഡ് ലിമിറ്റ്, അതിനുള്ളിൽ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. കമ്പയർ ദ റിലീജിയസ് സീൻസ് ഓഫ് ഏർലി വേദിക് സൊസൈറ്റി വിത്ത് ദാറ്റ് ഓഫ് ലേറ്റർ വേദിക് പീരീഡ്. ഏർലി വേദിക് സൊസൈറ്റിയിലെ റിലീജിയസ് സീൻസും അതുപോലെ തന്നെ ലേറ്റർ വേദിക് പീരീഡിലെ റിലീജിയസ് സീൻസും തമ്മിൽ കമ്പയർ ചെയ്യാനാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഇതൊരു 10 മാർക്കിൻ്റെ ചോദ്യമാണ്. വേർഡ് ലിമിറ്റ് ഇസ് 150 വേർഡ്സ്. ഇവിടെ നമുക്കൊരു പ്രോപ്പർ സ്ട്രക്ചറിൽ തന്നെ ആൻസർ എഴുതാൻ സാധിക്കും. ദാറ്റ് ഈസ്, ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാം, ദെൻ കംസ് ദ ബോഡി പാർട്ട്, ആൻഡ് ആഫ്റ്റർ എല്ലാം കഴിഞ്ഞിട്ട് അവസാനം നമുക്കൊരു കൺക്ലൂഷൻ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ഇൻട്രൊഡക്ഷനിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം എന്താണ് വേദിക് പീരീഡ് അല്ലെങ്കിൽ വേദിക് പീരീഡിൻ്റെ കാലഘട്ടം എന്തായിരുന്നു എന്ന് നമുക്ക് മെൻഷൻ ചെയ്യാം. വേദിക് ഏജ് സ്റ്റാർട്ട്സ് ഫ്രം റഫ്ലി അറൌണ്ട് 1500 BC. Based on the social, economical and political parameters, this age is dissected into 2 separate periods, that is early Vedic period or Rigvedic period and later Vedic period. ഋഗ്വേദിക് കോഡ്സിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏർലി വേദിക് സൊസൈറ്റിയിലെ റിലീജിയസ് സീൻസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ കൂടുതലും നാച്ചുറൽ ഫോഴ്സസിനെ ആയിരുന്നു അവർ വർഷിപ്പ് ചെയ്തിരുന്നത്. ലൈക്ക് റെയിൻസ്, സ്റ്റോം, സൺ എക്സെട്ര. മെയിൽ ഗോഡും അതുപോലെ തന്നെ ഫീമെയിൽ ഗോഡസസുകളും ഉണ്ടായിരുന്നു. മെയിൽ ഗോഡായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതായിരുന്നു ഇന്ദ്ര, അഗ്നി, വരുണ, മിത്ര, പുഷാന, യമ, സോമ പോലുള്ളവ. അതുപോലെ തന്നെ ഉഷസ്, സരസ്വതി, പൃഥ്വി പോലുള്ളവയെല്ലാം തന്നെ ഫീമെയിൽ ഗോഡസസ് ആയിരുന്നു. ഓക്കെ, അന്നത്തെ ആ ഒരു കാലഘട്ടത്തിലെ സൊസൈറ്റിക്ക് എന്തായിരുന്നു അത്യാവശ്യം അല്ലെങ്കിൽ ആവശ്യകത എന്തായിരുന്നു, അതിൻ്റെ ബേസിസിലായിരുന്നു ഈ പറയുന്ന ദൈവങ്ങളെല്ലാം തന്നെ ചിത്രീകരിച്ചിരുന്നത്.
ഇപ്പം ഇന്ദ്രന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇന്ദ്രയായിരുന്നു ദ മോസ്റ്റ് ഫ്രീക്വൻലി മെൻഷൻ ഗോഡ് ഇൻ ദി ഋഗ്വേദ. അതുപോലെ തന്നെ ബാറ്റിൽ ഗോഡായിട്ടും റെയിൻ ഗോഡായിട്ടും എല്ലാം കൺസിഡർ ചെയ്തിരുന്നതും ഇന്ദ്രനെ ആയിരുന്നു. മരുതന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഗോഡ് ഓഫ് സ്റ്റോം എന്നാണ് അറിയപ്പെടുന്നത്. ബാറ്റിൽസിലും വാർസിലും എല്ലാം തന്നെ ഇന്ദ്രനെ എയ്ഡ് ചെയ്തിരുന്നതും മാരുതയായിരുന്നു. ദെൻ അഗ്നി അല്ലെങ്കിൽ ഫയർ ഗോഡ് എന്ന് പറയുന്നത് ഹി ഈസ് കൺസിഡർ ടു ബി ദ ഇന്റർമീഡിയറി ബിറ്റ്വീൻ ഗോഡ്സ് ആൻഡ് മെൻ. ദൈവങ്ങൾക്കും കോമൺ മാനും ഇടയ്ക്കുള്ളൊരു ഇന്റർമീഡിയറി ആയിട്ടായിരുന്നു അഗ്നി അല്ലെങ്കിൽ ഫയർ ഗോഡിനെ കൺസിഡർ ചെയ്തിരുന്നത്. ആൻഡ് മറ്റൊന്ന് സോമയായിരുന്നു. സോമ വാസ് അസോസിയേറ്റഡ് വിത്ത് പ്ലാന്റ്സ് ആൻഡ് ഹെർബ്സ്. അനദർ വൺ വാസ് വരുണ. വാസ് എ കീപ്പർ ഓഫ് ദ കോസ്മിക് ഓർഡർ. ഓക്കെ, ഒരു കോസ്മിക് ഓർഡർ നോൺ ആസ് ഋതയുടെ ഒരു കീപ്പർ ആയിട്ടാണ് വരുണയെ കൺസിഡർ ചെയ്തിരുന്നത്. ദെൻ പുഷാൻ ആയിരുന്നു ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഗോഡ്. കാരണം റോഡ്സ്, ഹേർഡ്സ്മാൻ, കാറ്റിൽ പോലുള്ളവ എല്ലാത്തിൻ്റെയും ദൈവമായിട്ട് കൺസിഡർ ചെയ്തിരുന്നത് പുഷാനായിരുന്നു. അപ്പോൾ നമുക്കറിയാം ഏർലി വേദിക് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അവർ കാറ്റിൽ റെയറിംഗ് ആയിരുന്നു ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ മെയിൻ ഒക്കുപ്പേഷൻ. ഈ പറഞ്ഞ നൊമാഡ്സിനും പാസ്റ്ററൽസിനും എല്ലാവർക്കും പുഷാൻ എന്ന് പറയുന്ന ദൈവം വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഏർലി വേദിക് പീരീഡിലെ കാലഘട്ടം നോക്കുകയാണെങ്കിൽ എല്ലാ ദൈവങ്ങൾക്കും പുറമെ യജ്ഞാസ്, സാക്രിഫൈസസ് പോലുള്ളവയും കണ്ടക്ട് ചെയ്തിരുന്നു. പക്ഷെ വളരെ സ്മോളർ സ്കെയിലായിരുന്നു എന്ന് മാത്രം. പക്ഷേ ലേറ്റർ വേദിക് പീരീഡ് പോകുമ്പം ഈ പറഞ്ഞ നേച്ചർ എല്ലാം മാറുന്നുണ്ട്. കാരണം അവരുടെ ഇമ്പോർട്ടൻ്റ് ഉള്ള എക്കണോമിക് ആക്ടിവിറ്റി പോലും അവിടെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. കാരണം ലേറ്റർ വേദിക് പീരീഡിൽ അഗ്രികൾച്ചറിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കിട്ടിത്തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ മെറ്റീരിയൽ ലൈഫിലും ചേഞ്ചസ് വന്നു തുടങ്ങി. ദൈവങ്ങളിൽ പോലും ആ ഒരു ചേഞ്ച് കാണാൻ തുടങ്ങി. വിഷ്ണു, രുദ്ര പോലുള്ളവയെല്ലാം തന്നെ എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുകയാണ്. ഈ നാച്ചുറൽ ഫോഴ്സസിൻ്റെ ഇമ്പോർട്ടൻസ് കുറഞ്ഞു വരികയും അതുപോലെ തന്നെ യജ്ഞാസ്, സാക്രിഫൈസസ് എല്ലാം തന്നെ ലാർജർ സ്കെയിലിൽ കണ്ടക്ട് ചെയ്യാനും കൂടെ സ്റ്റാർട്ട് ചെയ്തു. സാക്രിഫൈസസ് എന്ന് പറയുമ്പോൾ കൂടുതൽ അനിമൽസിനെയാണ് അവർ സാക്രിഫൈസ് ചെയ്തിരുന്നത്. ഇത് അവരുടെ എക്കണോമിയെ ഒരുപാട് അന്ന് ബാധിച്ചിരുന്നു. അന്ന് നടത്തിയിരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യജ്ഞാസാണ് ഒന്ന് അശ്വമേധ, വജപേയ, രാജസൂയ പോലുള്ളവ. ഈ എല്ലാ യജ്ഞാസും കണ്ടക്ട് ചെയ്തിരുന്നത് ഒന്ന് ഒരു രാജാവിൻ്റെ അതോറിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടും മറ്റൊന്ന് ടെറിട്ടോറിയൽ ആസ്പെക്റ്റുകൾ റീഇൻഫോഴ്സ് ചെയ്യാനും വേണ്ടിയിട്ടായിരുന്നു ഈ പറഞ്ഞ യജ്ഞാസ് കണ്ടക്ട് ചെയ്തിരുന്നത്. വേദിക് ലിറ്ററേച്ചേഴ്സ്, ഋഗ്വേദയിലെ ചെറിയ പോർഷൻസും ഒഴിച്ച് മറ്റു എല്ലാ വേദിക് ലിറ്ററേച്ചേഴ്സും അതുപോലെ തന്നെ ഉപനിഷത്ത് പോലുള്ളവ പോലും എഴുതപ്പെടുന്നത് ലേറ്റർ വേദിക് പീരീഡിലാണ്. ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ ഫിലോസഫി ഓഫ് വേദാസ് ആണ്. നമ്മൾ പറഞ്ഞായിരുന്നു ഈ പറഞ്ഞ അനിമൽ സാക്രിഫൈസ് നടക്കുന്ന കാലഘട്ടത്തിൽ ഒരുപാട് കാറ്റിൽസിനെ പോലും ഇവർ സാക്രിഫൈസ് ചെയ്തിരുന്നു. ഓക്കെ, അങ്ങനെ ഇവരുടെ എക്കണോമി ഒരുപാട് ബാധിച്ചപ്പം സ്വാഭാവികമായിട്ടും ഉപനിഷത്തിൻ്റെ ഇമ്പോർട്ടൻസ് ആ ഒരു കാലഘട്ടത്തിൽ വന്നു തുടങ്ങാണ്. ഉപനിഷത്തിൽ മോക്ഷ എന്താണ് ഹാപ്പിനെസ്, എന്താണ് വെൽത്ത് എന്നെല്ലാം തന്നെ ക്ലിയർ കട്ടായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഉപനിഷത്തിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് വരുന്നതും ഈ പറഞ്ഞ ലേറ്റർ വേദിക് പീരീഡിലാണ്. ഈ ഒരു കാലഘട്ടം മുഴുവനായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എൻറ്റയർ വേദിക് ഫേസ് നോക്കുകയാണെങ്കിൽ ഇവരൊന്നും തന്നെ ടെമ്പിൾ കൺസ്ട്രക്ഷനോ അല്ലെങ്കിൽ ഐഡൽ വർഷിപ്പോ സ്റ്റാച്യു വർഷിപ്പോ ഒന്നും തന്നെ കണ്ടക്ട് ചെയ്തിരുന്നില്ല. ഇതെല്ലാം ലേറ്റർ ഇന്ത്യൻ റിലീജിയൻസിലെ ഫീച്ചേഴ്സ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം ഇത്രയും പോയിന്റുകൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമുക്കിതിൻ്റെ ആൻസർ എഴുതാൻ സാധിക്കും. ഒരു പ്രോപ്പർ കൺക്ലൂഷൻ വേണമെന്നില്ല, പക്ഷെ വേണമെങ്കിൽ ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റോടുകൂടി നമുക്കിതിനെ കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കും. സോ ഈ ഒരു ചോദ്യം വളരെ ഡയറക്റ്റ് ആയിട്ടൊരു ചോദ്യമായിരുന്നു. കമ്പയർ ദി ഏർലി വേദിക് റിലീജിയൻ വിത്ത് ദാറ്റ് ഓഫ് ലേറ്റർ വേദിക് റിലീജിയൻ. ഒരു പ്രോപ്പർ സ്ട്രക്ചറിൽ എല്ലാ പോയിന്റ്സും കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത 3 ചോദ്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നത്തെ ഡിസ്കഷൻ സീരീസ് എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അടുത്ത സെഷനിൽ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. ഇനിയും ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ടോപ്പിക്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഫോർ ദ ടൈം ബീൻ സൈനിങ് ഓഫ്. ഹാപ്പി ലേണിംഗ്. താങ്ക് യു. കണ്ടില്ലേ, കേരള PSC തയ്യാറെടുക്കുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിയുടെയും അവസ്ഥ ഇതാണ്. കേരള PSC മാത്രമല്ല, കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഉദ്യോഗങ്ങൾക്കും തയ്യാറെടുക്കുന്നവരുടെ അവസ്ഥ ഇത് തന്നെയാണ്. ഞങ്ങളുടെ ഈ സ്ഥാപനത്തെ കുറിച്ച് നിങ്ങൾ ഇനി കേൾക്കാൻ പോകുന്ന ഓരോ നിമിഷവും നിങ്ങളുടെ ഉദ്യോഗാർത്ഥി അതൊരു വേറൊരു റേഞ്ചിലെത്തിക്കും. മാത്രമല്ല, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആകും. കേരള PSCയുടെ ചേഞ്ചിങ് പാറ്റേണിൽ ആദ്യമായി നടന്ന KS പരീക്ഷയിൽ ഇത്രയധികം വിദ്യാർത്ഥികളെ ജയിപ്പിക്കാൻ സാധിച്ച ഏക സ്ഥാപനം KS സെന്ററാണ്. ഇതെങ്ങനെ ഞങ്ങൾക്ക് മാത്രം സാധിച്ചു? കേരള PSCയുടെ ചരിത്രത്തിൽ കൺസെപ്റ്റ് ബേസ്ഡ് ടീച്ചിങ് പുതിയ ടെക്നോളജിയുടെ സഹായത്തോടു കൂടി വിദ്യാർത്ഥികളിലേക്ക് എത്തിച്ച ആദ്യ സ്ഥാപനം KS സെന്റർ മാത്രമാണ്. കൃത്യമായ റിപ്പോർട്ട് കാർഡ് അനാലിസിസിലൂടെ ഓരോ ഉദ്യോഗാർത്ഥിക്കും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മെന്റർഷിപ്പ് കൊടുക്കുന്ന സ്ഥാപനം KS സെന്ററാണ്. UPSC പരീക്ഷയിൽ വരെ വിജയിച്ച ഏറ്റവും മികച്ച ഫാക്കൽറ്റികൾ പഠിപ്പിക്കുന്ന സ്ഥാപനം KS സെന്ററാണ്. KS പരീക്ഷ നടക്കുമോ എന്ന സംശയങ്ങൾ നിലനിന്നിരുന്ന സാഹചര്യത്തിലും ഇപ്പോഴത്തെ ഈ കോവിഡ് സാഹചര്യത്തിലും
മുടങ്ങാതെ ഉദ്യോഗാർത്ഥികൾക്കായി ക്ലാസുകൾ നടത്തിയ സ്ഥാപനം KS Mentor ആണെന്ന് നിങ്ങൾക്കറിയാമോ? മറ്റ് സംസ്ഥാനങ്ങളിലെ പരീക്ഷകളെ കുറിച്ച് കൃത്യമായി പഠിക്കുകയും ആഴത്തിലുള്ള റിസർച്ച് നടത്തുകയും ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ തന്നെ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചത്. ഇതിനെല്ലാം പുറമെ കേരളത്തിലെ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വേണ്ടി ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ കൃത്യമായ അറിവ് പകർന്നു കൊടുക്കും. KS പരീക്ഷ, കേരള PSCയുടെ വിവിധ പരീക്ഷകൾ, കേന്ദ്ര സർക്കാരിന്റെ വിവിധ പരീക്ഷകൾ എന്നിവയിലെ മാറ്റം കൃത്യമായി പ്രവചിക്കാനും ഞങ്ങളെ കൊണ്ട് സാധിച്ചു. ഈ രീതികളിലൂടെ വിദ്യാർത്ഥികൾക്ക് അറിവ് പകർന്നു കൊടുക്കാൻ മാത്രമല്ല, ഇന്ത്യയിലെ ഏതൊരു പരീക്ഷയ്ക്ക് വേണ്ടി അവരെ സ്വയം പര്യാപ്തരാക്കുന്ന സ്ഥാപനം ഏതാണെന്ന് നിങ്ങൾക്ക് തന്നെ പറയാമല്ലോ. സോ എന്തിനാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്? കം ജോയിൻ KS Mentor.